Good evening. Wish you all a very happy evening. I invite you for the webinar on intellectual property rights organized by IQAC and the Department of Zoology of NSS College, Patripalam. So, Ashwati and third BSc Zoology will start the session with a prayer. Ashwati. Okay, sir. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും മുക്തി തന്റെ ആ സ്വർഗരാജ്യത്തിലേക്കിന്റെ നാടൊന്നുണരണേ ദൈവമേ, എന്റെ നാടൊന്നുണരണേ ദൈവമേ. Thank you, Ashwati. ഈ വെബിനാറിൽ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലെ IQAC കോർഡിനേറ്ററും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുമായിട്ടുള്ള മഞ്ജു ടീച്ചറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everyone. IQAC Zoology ഡിപ്പാർട്ട്മെന്റും ചേർന്നുള്ള ഈ വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതുമാതിരി തന്നെ കോളേജുകളും സ്കൂളുകളും എല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. അതിൽ ഹയർ എഡ്യൂക്കേഷനിൽ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഒരുപാട് ചേഞ്ചസിലേക്ക് കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയാലും അവര് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പല കാര്യങ്ങളിലും ഒരു എന്താ പറയുക മടി, അല്ലെങ്കിൽ അതിലേക്ക് ഇഴുകിച്ചേർക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മടി കാണിച്ചിരുന്ന അവസരത്തിലാണ് നമ്മൾ ഈ കൊറോണയും ലോക്ക്ഡൗണുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയത്. പക്ഷെ എനിക്ക് തോന്നുന്ന പ്രസന്റ് സിനാറിയോയില് നമ്മൾ എല്ലാവരും ഫാക്കൽറ്റി, സ്റ്റുഡൻസ്, എവറി വൺ ചേഞ്ച് വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികള് അതൊരു പോസിറ്റീവ് ഇതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ 2 വർഷം മുമ്പ് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ NAAC പല കാര്യങ്ങളിലും ആവശ്യപ്പെടുന്നതുമാണ്. അതുമാതിരി തന്നെ വി ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. ക്യാമ്പസിലാണെങ്കിൽ 1-2 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 1-2 ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഒതുങ്ങിയിരുന്ന കാര്യം ഇപ്പൊ ഈ ലോക്ക്ഡൌണിനോടുകൂടി എല്ലാവരും പല പ്ലാറ്റ്ഫോമിൽ വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ കുട്ടികളായാലും ഇതേ ടീച്ചേഴ്സ് ആയാലും കേപ്പബിളായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ട് നമ്മൾ ക്യാമ്പസിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ മെഷർ ചെയ്തിരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം ഒരുപാട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഐദർ മെമ്മറി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പവർ അങ്ങനെയുള്ള അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കും ഏറ്റവും നല്ല സക്സസ്ഫുൾ പേഴ്സണാലിറ്റി. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളും എല്ലാ മേഖലകളിലും ചേഞ്ച് ചെയ്യണം. അപ്പൊ ക്യാമ്പസും ടീച്ചിങ് മെത്തേഡ്സും വേ ഓഫ് ടീച്ചിങ്, നമ്മൾ ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ളത് സ്റ്റുഡൻറ് സെൻട്രിക് ആയി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോ പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക സിലബസിലേക്കും അതുവരെ കരിക്കുലത്തിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് IQAC അതും സോളജി മാതിരിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനോടുകൂടി ഒരുമിച്ച് നിന്ന് ഈ ഒരു IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതിന് ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കൊലീഗായിട്ടുള്ള ജഗദീഷും അതേമാതിരി പ്രീതിയും കൂടിയാണ് നമ്മുടെ നാരായണൻകുട്ടി സാറിനെ
എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ITHയുടെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും കുട്ടികളുടെ പേരിലും ഞാൻ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ടീച്ചർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറ് ഫോമർ ഹെഡ് ആയിരുന്നു, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഡിവിഷൻ, ISRO ട്രിവാൻഡ്രം. നമുക്കെല്ലാം വളരെ സ്വപ്നമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ISRO എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഫിസിക്സ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഫിസിക്സ് ഫാക്കൽറ്റിയെ സംബന്ധിച്ച് സാറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് 2 years ബാക്ക് ഇവിടെ ഒരു ഇസ്രോയുടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ചീഫ് ഹെഡ് സാറായിരുന്നു. അപ്പൊ സാറിനെ നമുക്ക് ഈ ഒരു എന്താ പറയാ, നമ്മൾ ഒട്ടും പരിചയമല്ലാത്ത NSS കോളേജ് ഒറ്റപ്പാലം മാതിരിയുള്ള റൂറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കോളേജ് IPRലേക്ക് നമുക്ക് തീർച്ചയായും നല്ലൊരു ബേസ് ആയിരിക്കും സാറ് തരുന്നത്. സാറിനെ ക്യാമ്പസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രോഗ്രാമിന് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ്, ഡോക്ടർ രാജേഷ് R. സാറ് വളരെ കുറച്ച് മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ കോളേജിലേക്ക് വന്നിട്ട്. സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് എന്ന് തന്നെ പറയാം. പുതിയൊരു അടുത്ത 3rd സ്റ്റേജ് സൈക്കിളിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത നവംബറിൽ. അപ്പോൾ അതിന് മുന്നേടായിട്ട് നമ്മളെ ഒരുപാട് എക്യുപ്ഡ് ആക്കേണ്ടതുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ആയാലും കോളേജ് ആയാലും സ്റ്റുഡൻസിനും. അപ്പൊ അതിനൊരു മോട്ടിവേറ്റർ ആയിട്ട് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന രാജേഷ് സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോളേജിന്റെ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ, സ്മാർട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള യങ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. അതിന് സോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്തു തന്നെ പറയണം. ഹെഡഡ് ബൈ പ്രീതി ടീച്ചർ, ലക്ഷ്മി, ജഗദീഷ്, സ്മിത, അങ്ങനെ അവരെയൊക്കെ വളരെ നല്ല അടുത്ത് പരിചയമുണ്ട്. അപ്പോൾ അവർ ഇതിൽ മുന്നിട്ടിറങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവരെയും ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുമാതിരി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, PG സ്റ്റുഡൻസ് ഉണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള, അതുമാതിരി സോളജിയിലെ കുട്ടികൾ, ഏവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി I invite Preeti teacher, head of Department of Zoology, for the introductory speech. Teacher. Thank you, Jagdish. And thank you, Manju teacher, for the nice words. Good evening, everyone. Respected Narayanankutti sir, then all the teachers who had come over here to participate in the webinar, and all the students from various departments who have joined here. My duty is to introduce our resource person, Sri N. Narayanankutti. Narayanankutti sir is a former head, Library and Information Division, VSSC ISRO Trivandrum. He joined the service in June 1983, and from 2013, since 2013, he had been the head of VSSC Library, and he's completed his service, 37 years of service, and he superannuated from the service on 31st December 2020. And when I went through his profile, it was actually I was really it was really awesome, because he had come up with many innovative initiatives in the VSSC library. He has come up with a VSSC human library. The human library, a few years before, I suppose it was in 2000, around 2000, when I came across such a human library movement. I suppose it was in Denmark. I found it very interesting, and also I think one person, when we talk with one person, a single individual, elderly enough with a very good amount of experience in life, actually we are taking up an experience of reading through at least 10 to 20 books at a time. So spending hours with a person, talking with a person, getting to know the person, the life, as well as all the experiences, it is actually really interesting to know such a kind of a human library is being introduced in VSSC as well. And we would like to know a more detail about the human library introduced in this institution. Then Narayanankutti sir has also come up with garden library in VSSC, and another innovative
initiative. It is journal TOCs. Journal TOCs is actually, I suppose, it is journal like table of contents. So every journal, especially in the field of science, every journal, it is being updated online. So especially when during this COVID period, when everything went offline to online, even the library had to go from offline to online so that all the science enthusiasts can update themselves. So I suppose this journal TOCs, which was actually developed for updating the people associated with VSSC, it was actually a great innovation, the initiative from the side of Narayanankuti sir. He's specialized in library management, library modernization and automation. And Narayanankuti sir is involved in training of library professionals, like I suppose all throughout Kerala and even outside. Sir is also involved in many IPR related activities. Sir was awarded with Annual Service Excellence Award of ISRO in 2016. And it was also interesting to know that he had completed his BLIC from University of Calicut in the year 1982. And during this time, he was awarded the Kerala Library Association Gold Medal for Best Library Science Graduate. And I'm so happy to have you here in this platform. And we are all looking forward to know more about IPR. And also, sir, I suppose I'm more interested to know more about the human library you have introduced in the VSSC campus, sir. So a very warm welcome to the institution, to NSS College, as well as to the Department of Zoology. So thank you, sir, for actually accepting our invitation. So welcome you, sir, to the session. Thank you, teacher. Thank you very much. താങ്ക് യു. ഇനി നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെഷനിലേക്കാണ്. Let us move on to the most awaited part of this webinar. The technical session will be handled by N. Narayanankuti sir, former head, Library and Information Division, VSSC, ISR. Sir, please. നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഓഡിയോ മാത്രം ഉപയോഗിക്കാം. I don't want to take up the bandwidth. I hope that will be fine. So, dear friends, respected principal, NSS College Ottapalam, HOD Department of Physics, Dr. Manju, HOD Department of Zoology, Dr. Preeti, Program Coordinator, Dr. Jagadish, Organizing Committee, Dr. Lakshmi and Dr. Smita, dear young friends, ladies and gentlemen. Extremely happy to be with the young guys of NSS College Ottapalam. Well, as it is already mentioned, I was there almost 2 weeks continuously at Palakkad Mercy College in 2019, organizing the exhibition, which is an annual event, which was really a big event. I had a real great time enjoying the campus and also the city. Of course, a few hotels in Palakkad. Well, even after that, I used to come down to Palakkad city to enjoy the hotels. Well, dear friends, I think without losing much of our time, we will straight away go to the topic. But before getting on to the actual topic, I just want to check I'm audible. Am I audible? Yes, sir. Yes, sir. Okay. The pace, I can go at this pace, right? Sure, sir. Okay, thank you. Well, I don't know, day before yesterday, there was a news in Madhubhumi, I saw that. I don't know how many of you have noticed that. Let me begin with that. I hope you all know Dr. Raju Narayanaswamy, IAS. He was awarded Leonardo da Vinci Fellowship in the field of IPR. He is a guy who actually scores first always whenever he attends a particular examination. I don't know you are aware about that. We had the fortune to listen to him a couple of times. Even I was trying to get him again to our organization for a talk. But extremely happy to see a day before yesterday this particular news when I am going to talk to you about IPR. Well, let me share my screen
to go to my presentation. I hope the PPT is up. Yes. Okay. Now, before going on to the technical part of it, I would like to show you a small video clipping. I hope it will be audible, and I'm sure that you will enjoy it. Sorry, 1 second. It's already there. സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ് എനിക്ക് വേണം, എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. വേണമെന്ന് ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം, എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. Wherever you go, I am there, Radhacha. Well, I hope you got it. I don't know how many of you have noticed intellectual property in that. Wherever you go, I am there. This is the best example I can give you, which I am sure that will get into your mind without much effort. So let's move on to the definitions. Conventionally, എന്താണ് ബൗദ്ധിക സ്വത്ത്? What is intellectual property? Intellectual property refers to creations of the mind, such as inventions, literary and artistic works, designs, symbols, names, and images used in commerce. I'll complete the next one to explain further. Intellectual property is a term referring to creation of the intellect, is assigned to designated owners by law. In simple terms, anything and everything that you create through your knowledge, skill, and intellect. Now, shall we try just to understand in a very simple terms what is intellectual property? Let's say you have your personal belongings, which are actually tangible. You must have your dress, you must have your bike or a bicycle, you may have a little cash in your pocket. All are intangible. Sorry, all are tangible. So what is intangible? That's your brain, your intellect. So whatever comes from your brain, that is, if you have a new idea and if you think that it is going to be useful to the society and at the same time useful for you to make some money or name, that's intellectual property. So we will go to the next slide and again come to further explanation. Well, what is intellectual property right? When you have some property with you, let's say in your house, you have a house, you have some land, there will be some document, legal document, actually making you eligible to hold it. You have a hold. You have a hold on that particular property. So similarly, if you don't have a proper law to hold the intellectual property, someone can take it away or someone can make money out of it. So intellectual property rights is actually provide protection for creation and inventions to enable creators and inventors to earn recognition and financial benefit from their work. So we will see the different classification and we'll be able to understand it in a better way. So I've given the important classifications below, but we'll go to the next slide where we'll be looking at each of them one by one. First, I would like to talk to you about copyright, pagarppavakasham. When you write an article or when you write a book, if you feel that it is going to be useful for the community, you have put some effort, you have used your ideas either to write that book or that article. Suppose you are writing a poetry or you are writing a lyric for a film music that has got some content which is quite close to your intellect. It's your contribution.
So what is required is you have to hold, or you should have the right to hold it. So what happens if you don't hold it? Someone can take it away. So that is why copyright comes into picture. You can see when you, hello, am I audible? Yes, sir. Okay. If you turn the title page of a book, I don't know how many of you have observed this particular symbol. This indicates this particular book, the book that you are reading, has copyright. And if you want to make use of that book in one of your particular article, or when you are writing another book, you have to take proper permission, or there are ways and means of doing it if the book is copyrighted. If you don't do it, it is possible for that person who is the real owner of that particular book or article to sue you. So this is to be avoided. In the case of a book, normally the copyright is available for that particular person till his death, and also it will continue to be his or hers till 60 years after his death. So that is the kind of law that we have to hold the copyright. Copyright is most important for students, teachers, and researchers because they always try to publish papers, write books, or do some research activities, write technical reports. For all this, they should know that there is a copyright when they make use of the content from a different activity. Now you can see that research is a collaborative activity. You must be continuing a research which is already started by someone. So you will have to make use of whatever is done already in order to avoid duplication. So naturally, copyright will come into your life. Just to give you a flare of what are the areas where copyright is implemented or can be implemented is, all artistic works, softwares, and business. And quite interesting, if you look at the film songs, I don't know how many of you have noticed that early Malayalam songs were having the same tune of Hindi songs. We don't know really whether it is copied from Hindi or Hindi songs copied from Malayalam. If someone has observed that, you can really make out that copying is happening. So that is why we need a copyright law which is already there, and we have to really follow the rules. Something related to copyright is open access. Now, I'm just going slightly away from the core IPR, which is going to be useful for you. Suppose you want to write an article, you are looking for some references. If your library is not subscribing to that journal, you will not get it. Of course, there are ways and means in the age of Google to get it. You know very well. We'll come to that later. But I don't know how many of you know that open access is becoming a big movement, a strong movement in the field of publication and research. So the main idea of open access is to make available the research output to everyone, or make it accessible to everyone across the globe without any delay. Now, if you publish an article with a commercial publisher like Elsevier or Wiley, you don't have to pay anything. They will publish it if it is worth publishing after going through various peer review process and all. But if someone else in some other area doing the same or similar research, if they want to access that content, they'll have to subscribe, purchase that particular journal, or purchase that particular article. Earlier, it was not possible to purchase articles. Now it is very easy because online procurement is possible. In earlier days, when internet was not popular, it was very difficult to get articles which are published and not subscribed by the journals, by that particular library or organization.
But now it is simply possible without any delay or there is no space and time barrier. But the actual barrier is created by the commercial publishers. You cannot give away with commercial publishers because they are actually playing a very important role in the research publication process. But at the same time, we need to think strongly coming out of their grip and going for open access. Now, there are different kinds of open access: gold, green, bronze. You can just go through, Google and find out that. But I just would like to tell you about one, black. I don't know how many of you know about black open access. Quite recently, I came across this particular terminology. I'm sure that at least a good number of you are making use of Sci-Hub, which is actually a boon to the researchers and students to get articles, which is actually initiated by a lady from USSR, the earlier USSR, called Alexandra. What she did was, when she was doing research, it was very difficult for her to get articles. So she got fed up, but she was a computer wizard. So she made a program to download the subscribed content from all other libraries and make a database of that, an archive of that. Now it is available across the globe. Even from India, a lot of people are making use of it. Currently, a dispute is going on with the Delhi High Court. Major publishers have actually filed a suit in order to ban Sci-Hub in India. We'll have to wait and see what is going to be the result. Well, if you look at it, legally it is wrong, but if you look at it research-wise, we need it. Now, if you want to locate journals that are available freely for your activity, this is a single point search option called Directory of Open Access Journals, where you can see these many journals are available. All open access journals, almost all open access journals which are authentic, are indexed by DOAJ. If you are going to make use of a particular journal, ensure that it is indexed by DOAJ. If not, it could be a fake journal or a predatory journal. They will actually drag you for publishing in their journal, and they'll also take money from you. But after maybe few years or so, you'll come to know that such a company doesn't exist at all, or they'll simply fade away. So don't fall into such traps. Similarly, there is a system of archiving articles without publishing them in journals. They are called open access directories. So there is a open DOAR. I've given the URL of all these sites. So it is very useful if you can follow some of the open access directories and open access journals in your area. Now at this point, let me also tell you about journal talks, because teacher wanted me to tell something about that. See, there are thousands of journals. Okay. There are thousands of journals. ഒരുപാട് ജേർണൽസ് അവൈലബിൾ ആണ് നിങ്ങളുടെ റിസർച്ച് ആക്ടിവിറ്റിക്ക് വേണ്ടി. പക്ഷേ എല്ലാ ജേർണലും നിങ്ങൾക്ക് ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യു, പക്ഷേ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ല. So what you need to do is that you should have a mechanism to follow those journals which you regularly want to get updated. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ജേർണൽ ടോക്സ്. Actually, it is from a university called Heriot-Watt University, UK. അപ്പോൾ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റി ആയിട്ട് കുറെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തി ആ പർട്ടിക്കുലർ പ്രോഗ്രാമിന്. ആൻഡ് ആക്ച്വലി ഇൻ ഇന്ത്യ VSSC ആയിരുന്നു ഏറ്റവും ആദ്യം അത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നത്. നൗ ISROയിലുള്ള എല്ലാ ലൈബ്രറീസും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫസ്റ്റ് ലെയർ ഫ്രീ ആണ്. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ 30 ജേർണലോളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് ആ പർട്ടിക്കുലർ സൈറ്റിൽ പോയിട്ട്, ജേർണൽ ടോക്സ് എന്നുള്ള സൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ആ സൈറ്റിൽ പോയി യു ക്യാൻ രജിസ്റ്റർ യുവർ സെൽഫ് ആൻഡ് സെലക്ട് ഫ്യൂ ജേർണൽസ് ആസ് കോർ ജേർണൽസ്. അത് മാത്രമല്ല,
അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സപ്പോസ് ഒരു 5 ജേണൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ഏരിയയിലുള്ള ആർട്ടിക്കിൾസ് മറ്റൊരുപാട് ജേണൽസിൽ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാനോ വായിക്കാനോ പറ്റില്ല. പക്ഷെ അതിലുള്ള ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചിൻ്റെത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അലേർട്ടായിട്ട് വരാൻ വേണ്ടി, ഇമെയിലിലേക്ക് അലേർട്ടായിട്ട് വരാൻ വേണ്ടി യു ക്യാൻ സെറ്റ് ആൻ അലേർട്ട് ഫോർ എ ടോപ്പിക് ആഫ്റ്റർ സെർച്ചിങ് ദാറ്റ് ഡാറ്റാബേസ്. മാത്രമല്ല ആ പർട്ടിക്കുലർ ഡാറ്റാബേസ് വിൽ ഓൾസോ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് ഹൈബ്രിഡ് ആർട്ടിക്കിൾസ്. അതായത് കൊമേഴ്സ്യൽ ജേർണൽസ് തന്നെ അവരുടെ ജേർണൽസിൽ ഫ്രീ ആയിട്ടുള്ള ആർട്ടിക്കിൾസും പബ്ലിഷ് ചെയ്യും. അത് ഐഡന്റിഫൈ ചെയ്യാനും ഈ ടൂൾ ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ടൂള് ബേസിക് റിസർച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും ഉപയോഗിച്ചിരിക്കണം. പക്ഷെ പലർക്കും അത് അറിയില്ല, അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുള്ളത്. സോ പ്ലീസ് ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. So that's all about open access, and let's move on to open source. Open source എല്ലാവർക്കും അറിയാം, Linux is an open source software. It's an operating system. So advantage എന്താണ് അവിടെ? കോപ്പിറൈറ്റ് ഉണ്ട്, പക്ഷേ anyone can make use of it free of cost. ഒരാളത് എടുത്ത് അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ ലൈസൻസ് അഗ്രിമെന്റ്, ലൈസൻസിന്റെ കുറെ ഡയറക്റ്റീവ്സ് ഉണ്ട്, അതിനെ വയലേറ്റ് ചെയ്യാതെ വീണ്ടും ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് സൊസൈറ്റിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആ എഗ്രിമെന്റിൽ, ക്രിയേറ്റീവ് കോമൺ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് എഗ്രിമെന്റിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ. സോ ദാറ്റ് ഇസ് ദി സ്പെഷ്യാലിറ്റി അബൌട്ട് ഓപ്പൺ ആക്സസ്. കോപ്പി റൈറ്റ് എന്ന് പറയുന്ന പോലെ കോപ്പി ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഇവിടെയുണ്ട്. നിങ്ങൾ ആ സിമ്പിൾ ശ്രദ്ധിച്ചു നോക്കൂ. മറ്റേ സി നോർമൽ സി ആയിരുന്നു, ഇത് തിരിച്ചിട്ടിരിക്കുകയാണ്. സോ ഹിയർ അഗെയിൻ the open source software is actually copy left. It is available for you to make use. നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടെർമിനോളജി അറിയണ്ടാവില്ല. That's why I wanted to introduce that terminology to you. Now let's move on to patents. ഇവിടെയാണ് ആക്ച്വലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ലോകത്ത് സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും ബിസിനസ് ഇൻഡസ്ട്രീസിൽ. So let's go through the definition. A patent is an exclusive right granted for an invention. Generally speaking, a patent provides the patent owner with the right to decide how or whether the invention can be used by others. In exchange for this particular right, the patent owner makes technical information about the invention publicly available in the published patent document. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഒരു പേറ്റന്റ് കണ്ടിരിക്കുന്നു. പേറ്റന്റിന്റെ ഒരു പേജിന്റെ തുടക്കം, ഫസ്റ്റ് പേജിന്റെ ഒരു ചെറിയ പോർഷനാണ് ഈ കാണിക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദ ടൈറ്റിൽ, യൂസ് ഓഫ് ടേമറിക് ഇൻ വൂണ്ട് ഹീലിംഗ്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ മഞ്ഞള് നമ്മുടെ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹേർബാണ്, അല്ലെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ ആയിട്ട് ഒരു പൊടിയായിട്ട് എന്നും കറിയിലിടുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. ഇറ്റ് ഹാസ് ഗോട്ട് സെവറൽ വെരി ഗുഡ് പ്രോപ്പർട്ടീസ് വിച്ച് ഇസ് good for your health, like curcumin എന്ന് പറയുന്ന ഒരു കെമിക്കൽ അതിലുണ്ട്. കൂടുതൽ നിങ്ങൾക്കറിയാം, ഞാൻ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ somebody did a research for wound healing and this was patented in US. പക്ഷെ അത് ഇന്ത്യ അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പം we filed a case against this and then we won that case. ഇതുപോലെ വേറെ ഒരുപാട് കേസസ് ഉണ്ട്. നീം, നമ്മളെ വേപ്പിനെ പറ്റിയുള്ളത്, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പിന്നീട് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. നൗ കമ്മിങ് ടു, നമ്മളൊരു ഡിസ്പ്യൂട്ടിലേക്ക് എന്തിനാ പോകേണ്ടി വന്നത്? ബിക്കോസ് വി ഹാവ് നോട്ട് പേറ്റന്റഡ് ഇറ്റ് വെൻ ദ പേറ്റന്റിങ് ബിക്കെയിം വെരി പോപ്പുലർ. വളരെ സ്ട്രോങ് ആയിട്ട് പേറ്റന്റിങ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഇന്ത്യ അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾക്ക് വേറൊരാളത് കയറി പേറ്റന്റ് ചെയ്തത്. ഓക്കെ, അപ്പം നിയമം നമ്മളെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിന് പുറത്തു വരാനും ഉള്ള വഴികൾ തരുന്നുണ്ട്. പേറ്റന്റ് ലോ പെർമിറ്റ്സ് us to do that. ഇനി ടിപ്പിക്കലി പേറ്റന്റിനെ പറ്റി പറയുമ്പം ഒരു ഇന്നോവേഷൻ, അതൊരു ചെറിയ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. എല്ലാ ബിസിനസ് ഫേംസും ഇൻഡസ്ട്രീസും ഇപ്പൊ പേറ്റന്റിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും വലിയ ബിസിനസ് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാം. മൈക്രോസോഫ്റ്റ്, സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ, ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ഇത്രയും ഗ്രോ ചെയ്യാൻ കാരണം അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചതുകൊണ്ടും അത് എങ്ങനെ അത് മറ്റുള്ളവർ അടിച്ചു കൊണ്ടുപോകാതിരിക്കുക
എന്നുള്ളത് അവർ മനസ്സിലാക്കി അതിന് വേണ്ട സ്റ്റെപ്പ് എടുത്തതുകൊണ്ടുമാണ്. ഇനി ഒരു പേറ്റന്റ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഫയലിംഗ് എ പേറ്റന്റ്. But I would like to tell you the approximate cost of filing a patent. ഇന്ത്യയിലാണെങ്കിൽ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ഇൻവെൻഷന് നിങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള പേറ്റന്റ് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഫയൽ ചെയ്താൽ മതി. പക്ഷേ ഇതേ ഇൻവെൻഷൻ നിങ്ങൾ അമേരിക്കയിൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ അമേരിക്കയിലുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ if you think that the idea or the innovation that you have made is very important and it is applicable across the globe, നിങ്ങൾ പല രാജ്യങ്ങളിലും പേറ്റന്റ് ഫയൽ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് US പേറ്റന്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ടി വരും, യൂറോപ്യൻ പേറ്റന്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. ആക്ച്വലി നീം എന്ന് പറയുന്ന ആ കേസ് ഉണ്ടല്ലോ, വേപ്പിന്റെ, ദാറ്റ് വാസ് ആക്ച്വലി patent was granted by European Patent Organization. Now coming to the expense, ഇന്ത്യക്കകത്ത് ഒരു പേറ്റന്റ് ഫയൽ ചെയ്യാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മാത്രം ഏകദേശം 1 ലക്ഷം രൂപ വരും. 20 വർഷമാണ് പേറ്റന്റ് ഗ്രാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. ആ 20 വർഷം വേറൊരാൾക്ക് ഈ പേറ്റന്റ് ഓണറുടെ പെർമിഷൻ ഇല്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം he will get some royalty for using it. പക്ഷേ പേറ്റന്റ് ഓഫീസിൽ you will have to invest around 6.5 lakhs to maintain the patent. Every year you have to pay a fees. അത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഏകദേശം 12 ലക്ഷം രൂപ you have to make use of. I mean, you need that much amount in order to file an application, and 25 lakhs is required for maintaining the patent for 20 years. Now this is trademarks, വ്യാപാര മുദ്രകൾ. ഇത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതിനകത്തൊരു IPR ഉണ്ട് എന്ന് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ സിമ്പിൾസ് ഒക്കെ വളരെ പോപ്പുലർ അല്ലേ? മാക്ഡൊണാൾഡ്സിന്റെ സിമ്പിള് നമ്മൾ വളരെ ദൂരെ നിന്ന്, അതുമാതിരി ഡൊമിനോസ് പിസ്സ കഴിക്കാത്തവർ വളരെ അപൂർവമായിരിക്കും കുട്ടികളുടെ ഇടയിൽ. അപ്പൊ ഡൊമിനോസിന്റെ ആ സിമ്പിൾ വളരെ പ്രോമിനന്റ് ആണ്. അപ്പൊ അത് വളരെ ദൂരെ നിന്ന് പോലും നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ പെർട്ടിക്കുലർ ട്രേഡ് മാർക്ക് ആക്ച്വലി രജിസ്റ്റേർഡ് ആണ്. ഈ ട്രേഡ് മാർക്സ് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ എ ട്രേഡ് മാർക്ക് ഈസ് എ സൈൻ capable of distinguishing the goods or services of one enterprise from those of other enterprises. So if you think about bringing out a product, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ആർട്ടിസ്റ്റിക് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട്. ആൻഡ് യു ഹാവ് ടു രജിസ്റ്റർ സോ ദാറ്റ് നോ വൺ എൽസ് വിൽ ക്ലെയിം ഇറ്റ്. അതുപോലെ താഴെയുള്ള ഇതറിയാലോ, നൈക്കി. അടുത്തതായി വ്യാപാര രഹസ്യങ്ങൾ, ട്രേഡ് സീക്രട്സ്. This can also be registered. One best example, എനിക്കൊന്ന് KFC കഴിക്കാത്തവർ കുറവായിരിക്കും തോന്നുന്നു. ചിക്കൻ കഴിക്കുന്നവരെല്ലാവരും KFC കഴിക്കുന്നുണ്ടാവും. സോ KFC ആ ചിക്കൻ എങ്ങനെ അത് ആ സ്പൈസ് ഉപയോഗിക്കുന്നത്, അങ്ങനെ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനൊരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പിയാണ് ട്രേഡ് സീക്രട്ട്. ഇതുപോലെ തന്നെ കൊക്കക്കോള ഒരു റെസിപ്പി ഉണ്ട് അതിന്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സീക്രട്ട് ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ you can think about that. So you need to go for registering it as a trade secret. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഭൂപ്രദേശ സൂചിക. ഇതിൽ ഈ പെർട്ടിക്കുലർ കുത്താംപുള്ളി എത്ര പേർക്ക് അറിയാം? ഒറ്റപ്പാലത്തിനടുത്താണല്ലോ അല്ലെ കുത്താംപുള്ളി. കുത്താംപുള്ളി സാരി അല്ലെങ്കിൽ എനിക്കൊന്ന് സെറ്റ് മുണ്ടാണെന്ന് തോന്നുന്നു, അതിന് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ഏജൻസിയാണ് ശരിക്കും ഇത് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല കലകളും പല കഴിവുകളും പ്രിസർവ് ചെയ്യുക. അവർക്ക് വേണ്ടി അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് അവർക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ആറന്മുള കണ്ണാടി അതിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളതാണ്. അതേമാതിരി തന്നെ സാരിയിൽ വീണ്ടും പോച്ചമ്പള്ളി സാരി, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വെച്ചാണ് അതിനെ അറിയപ്പെടുന്നത്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആൻഡ് അപ്ലേഷൻസ് ഓഫ് ഒറിജിൻ ആർ സൈൻസ് യൂസ്ഡ് ഓൺ ഗുഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ ആൻഡ് പ്രോസസ് ക്വാളിറ്റീസ്.
അപ്പം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അത് ബിസിനസ്സിൽ അവർക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളുടെ ഏരിയയിൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തിരിക്കണം. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇവിടെ കൊക്കക്കോള ബോട്ടിൽ, ഈ ബോട്ടിലിന്റെ ഷേപ്പ് വേറെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സിമിലർലി ഐഫോൺസിന്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഡിസൈൻ, no one can use it because it is already registered. So IPR-ൽ വരുന്ന വേറൊരു ഡിവിഷനാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്. അടുത്തത് അഗൈൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പാലക്കാട് കുറെ കാര്യങ്ങളുണ്ട് അതിന്. സസ്യവൈവിധ്യ സംരക്ഷണം ഓർ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ. ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ബ്രീഡിംഗ് is a long, expensive process, and plant varieties can be easily and quickly reproduced. Breeders need protection to recover investment. ശരിക്കും ഒരു പ്ലാന്റ് ബ്രീഡ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ബ്രീഡ് ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് സമയമെടുക്കും, അത് എക്സ്പെൻസീവ് ആണ്, അതിൽ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ ബ്രീഡിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് നട്ട് വളർത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വേറൊരു ബ്രീഡ് ചെയ്യണമെങ്കിൽ ഇവരുടെ പെർമിഷൻ എടുത്തിരിക്കണം. സോ ദ അഡ്വാൻറ്റേജ് ഇസ് ദേ ഗെറ്റ് ബെനിഫിറ്റ് ഫോർ ദാറ്റ്. ഇന്ത്യയിൽ ഒരുപാട് പ്ലാന്റ്സിന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലുള്ള ഈ പ്ലാന്റ് അതോറിറ്റിയുടെ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണിത്. ഓരോന്നും സീരിയൽസ്, ഫൈബർ ക്രോപ്സ്, എത്ര എണ്ണം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പാലക്കാടിന്റെ പ്രത്യേകത എന്താണ്? പാലക്കാടൻ മട്ടയരി. അതുകൂടാതെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള വേറൊരു കാര്യം പാലക്കാടുണ്ട്, പാലക്കാടൻ മദ്ദളം. അത് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് പാലക്കാട് എന്നുള്ള. പാലക്കാടൻ മദ്ദളം ശരിക്കും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പാലക്കാട് ഇതേമാതിരി വേറെയും കാര്യങ്ങളുണ്ടാവും അല്ലേ? എനിക്കൊന്ന് ഞവര അരി, അത് എനിക്കൊന്ന് തത്തമംഗലം എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം. ആ സൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പാലക്കാടൻ മട്ടയെ പറ്റിയും ഞവര അരിയെ പറ്റിയും പറയുന്നുണ്ട്. Okay, so we will see there is also a particular agency, Union for the Protection of New Varieties of Plants, known as UPOV. So for each and every classification of IPR, there is an agency to approach and there is an application process. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഒരു സ്പെസിഫിക് ഫീസ് പേ ചെയ്യേണ്ടി വരും. ആൻഡ് യു വിൽ ഓൾസോ ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. എത്ര കാലത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിന് എല്ലാ ഡീറ്റെയിൽസും ആ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. So now we have completed all important points in IPR. So these are the important treaties. പല കാര്യങ്ങളും നിയമങ്ങളായി മാറിയ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അത് it starts from 1884 onwards, Paris Convention, Berne Convention. So the most important is TRIPS. ഈ ട്രിപ്സ് വഴിയാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IPR റൂൾസ് മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Now let's see some agencies, international as well as national. You can see UNESCO, WIPO, WTO and INTA. These are all important international organizations dealing with the IPR. Out of this, WIPO is the most important one. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ ഇപ്പം വഹിക്കുന്നത് വിപ്പോ ആണ്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. എൻ്റെ ഈ പ്രസന്റേഷന്റെ സ്ലൈഡ്സിൽ പലതും ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പോ സൈറ്റിൽ നിന്നാണ്. മാത്രമല്ല അത് പ്രോപ്പറായിട്ട് റെഫറൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും റെഫറൻസ് കൊടുത്തിട്ട് ചെയ്യണം. ബിക്കോസ് ഈ കോപ്പിറൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇഫ് യു ഡോണ്ട് ടേക്ക് പെർമിഷൻ ദാറ്റ്സ് എ കേസ്, ബട്ട് ഇഫ് യു ടേക്ക് പെർമിഷൻ ഇറ്റ് ഇസ് ലീഗൽ. ആൻഡ് മോർ ഓവർ ആ പെർട്ടിക്കുലർ ഓർഡറിന്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ പബ്ലിഷറിന്റെ അടുത്തോ പോയിട്ട് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് എ റെഫറൻസ്. So that's what I have done. പക്ഷേ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, so now I am doing a personal work. I am giving you a presentation. If I am not going to publish this particular slide, എനിക്കത് ഉപയോഗിക്കാം, അത് തെറ്റില്ല. അതായത് റിസർച്ചിന് വേണ്ടിയോ പേഴ്സണലി ഒരു ക്ലാസ് എടുത്ത് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയോ അത് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ബെറ്റർ യു ഗിവ് പ്രോപ്പർ റെഫറൻസസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഐറ്റം ദാറ്റ് യു ഹാവ് ടേക്കൻ ഫ്രം എ പെർട്ടിക്കുലർ സൈറ്റ്, ബുക്ക് ഓർ ആർട്ടിക്കിൾ. Nationally,
നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറേ ഓർഗനൈസേഷൻസ് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റൻസ് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ചെന്നൈയിലുള്ളതാണ്. കേരളത്തിൽ ഇത് ഡീൽ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ്, തിരുവനന്തപുരത്ത് പട്ടത്താണ് ഈ ഓർഗനൈസേഷൻ. ഈ പർട്ടിക്കുലർ സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് കിട്ടും. അതിൽ വളരെ വ്യക്തമായിട്ട് IPR-നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ IPR-നെ പറ്റി മനസ്സിലാക്കേണ്ട ആളുകൾക്ക് you can go to that site and certainly go through their activities. Now, after going through what is IPR and all, we should now try to really think a little, why is it important? പ്രത്യേകിച്ചും കുട്ടികൾക്ക്, സ്റ്റുഡൻസ്, പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. Now, ഇത് ഓരോന്നായിട്ട് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ്, അതായത് എക്കണോമിക് പ്രോഗ്രസ് ആവാം, മറ്റ് പലതരത്തിലുള്ള പ്രോഗ്രസ് ആവാം. ഇപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ പേറ്റൻസ് ഫയൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. അതേമാതിരി ജപ്പാൻ ഇൻഡസ്ട്രിയലി വളരെയധികം അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ജപ്പാൻ, ചൈന, ഇവിടെയൊക്കെ പേറ്റൻസ് കണ്ടമാനം ഫയൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരുപാട് പുറകോട്ടാണ്. സോ നൗ വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട്, പക്ഷെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ചെയ്യുന്നില്ല. ദിസ് ഇസ് എ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇക്കണോമിക് പ്രോഗ്രസ്. നിങ്ങൾ ഏത് എക്കണോമിക്കലി ഫോർവേഡ് നിൽക്കുന്ന ഏത് രാജ്യം എടുത്ത് നോക്കിക്കോ, അവിടുത്തെ നമ്പർ ഓഫ് പേറ്റൻസും അവർ യൂസ് ചെയ്യുന്ന പേറ്റൻസിന്റെ the way they use it, the way they use IPR will be much at a higher level than what developing countries or underdeveloped countries are doing. So students will grow on to get to professional world where they will develop and exercise IP rights. Hence, it must be made a part of the academic curriculum at school and university level with increasing sophistication in the pedagogical approach. Now, I'll tell you, ഇത് റെഗുലർ കോഴ്സിന്റെ ഒരു പാർട്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇപ്പം ഒരുപാട് ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, പല ക്രെഡിറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം IPR ഒരു ചെറിയ ക്രെഡിറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലാതെ നല്ലതാണ് ഫ്യൂച്ചറിലേക്ക്. ഇത് കൂടാതെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആർ ഓഫറിംഗ് എ ലോട്ട് ഓഫ് കോഴ്സസ്. ഐ എം കമ്മിങ് ടു ദാറ്റ് ലേറ്റർ. അപ്പൊ നിങ്ങൾക്ക് സ്വയം ആ കോഴ്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇറ്റ് ഇസ് ഗുഡ് ഇഫ് യു വർക്ക് ഹാർഡ് ആൻഡ് ഡു എ ഫൗണ്ടേഷൻ ഫോർ IPR. ഇത് ഫ്യൂച്ചറിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് യുവാൽ നോവ ഹരാരിയുടെ 21 Lessons for 21st Century എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. വായിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് റീഡ് ദാറ്റ്. പ്ലീസ് മേക്ക് ഇറ്റ് എ പോയിന്റ് ടു റീഡ് ദാറ്റ് ബുക്ക്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു രൂപം കിട്ടും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിസിക്കലി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ വെബിനാർ നിങ്ങൾ എന്നെ ഫിസിക്കലി ഇൻവൈറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെ വീട്ടിലിരുന്നിട്ടാണ് കേൾക്കുന്നത്. ഇതാണ് ഫ്യൂച്ചർ. ഇതൊന്നും ഇനി മാറ്റമില്ല, ഇത് മുന്നോട്ടേ പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. അതിനുള്ള ഒരു അവെയർനെസ് മാത്രമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. യുവാൽ നോവ ഹരാരിയുടെ ഒരു വെബ്സൈറ്റും ഉണ്ട്, അത് നിങ്ങൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കാണാൻ. ഇറ്റ് ആക്ച്വലി ഗിവ്സ് യു ഐഡിയ അബൌട്ട് വാട്ട് ഹി ഈസ് ഡൂയിങ്, അയാളുടെ റൈറ്റിംഗ്സിനെ പറ്റി. സോ IPR ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ആൻഡ് ഇറ്റ് ഡ്രൈവ്സ് economic growth and competitiveness. And strong IPR rules protects consumers and families. Like ഒരാൾ ഒരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. അത് കൂടാതെ ആ പെർട്ടിക്കുലർ ഒരു കൺസ്യൂമർ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതിന് രണ്ടിനും IPR ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ജനറേറ്റ് ബ്രേക്ക് ത്രൂ സൊല്യൂഷൻസ് ടു ഗ്ലോബൽ ചേഞ്ചസ്. പുതിയ ഇൻവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് റിസർച്ച്. റിസർച്ചിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഇൻവെൻഷനും, അതിന്റെ പാർട്ടാണ് IPR. ഓരോ ഓർഗനൈസേഷൻസും ഒരു IPR സെല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്. ഇപ്പോൾ VSSC ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ IPR സെല്ലുണ്ട്, ഒരു ഫുൾ ഫ്ലെഡ്ജ് സെല്ലാണ്. ഒരു 5-8 പേര് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും IPR സെർച്ച് ആക്ടിവിറ്റീസിലാണ്.
അതെന്താണ് നമ്മൾ കാണിക്കാം. അതായത് ഓക്കെ, ഇവിടെ തന്നെ പറയാൻ തോന്നുന്നു, ഒരു പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പേറ്റന്റ് വേറെ എവിടെയെങ്കിലും ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് സ്പെഷ്യലൈസ്ഡ് ഡേറ്റാബേസസ് ഉണ്ട്. ആ ഡേറ്റാബേസസ് ഉപയോഗിച്ചിട്ട് വേണം അതിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പലതും മിസ് ചെയ്യും. ഇന്റർനെറ്റ് വന്നതുകൊണ്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പണ്ട് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫയലിംഗ് സംഭവിക്കുമായിരുന്നു. അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് തന്നെ ഏകദേശം ഒരു വർഷം 20 ലക്ഷം രൂപയോളമാണ്. സോ യു ക്യാൻ തിങ്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ. അത് അവരുടെ തന്നെ IPR ആണ്, ആ പർട്ടിക്കുലർ കമ്പനിയുടെ IPR ആണ് ആ സോഫ്റ്റ്വെയർ എന്നുള്ളത്. Now encourages innovation and reward entrepreneurs, for big competitors and creates markets. നിങ്ങളുടെ ഒരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ അത് വേറൊരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ IPR അവെയർ ആയിരിക്കണം. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ കാണിക്കണം എന്ന് വിചാരിച്ചാലും അതിന് സമയം ഉണ്ടാവില്ല. പക്ഷെ I'll tell you that at this particular point, ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിരിക്കും. അതിനകത്തൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരുന്ന ആള് എഴുതിയ തിരക്കഥ ശ്രീനിവാസന്റെ ക്യാരക്ടർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഇറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ലോസ് ഇഫ് യു ഡോണ്ട് മേക്ക് യൂസ് ഓഫ് IPR. സോ it creates supports and high paying jobs. Now this is the point which I am going to discuss next. ഒരു വലിയ അറീന നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവാണ് IPR. ജോലി സാധ്യതകൾ പ്രധാനമായിട്ടും ലോ ഗ്രാജുവേറ്റ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ദേ ക്യാൻ സ്പെഷ്യലൈസ് ഇൻ പേറ്റന്റ് ലോ. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഫിസിക്സ്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും, എല്ലാ സബ്ജക്റ്റിലും റിസർച്ച് ആക്ടിവിറ്റീസ് വരുമ്പം പേറ്റന്റുകൾ വരുന്നുണ്ട്, പേറ്റന്റ് ഫയലിംഗ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വിത്ത് ദിസ് പെർട്ടിക്കുലർ ഫോക്കസ് ഇൻ മൈൻഡ്, ഇഫ് യു വർക്ക് ഹാർഡ്, യു ഗെറ്റ് എ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പേറ്റന്റ് ഡോക്കറ്റിംഗ്, ഇവിടെ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള കുറേ സ്റ്റെപ്സ് ആണ്. ഡോക്കറ്റിംഗ് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈച്ച് കമ്പനി വിൽ ഹാവ് എ ടീം വേർ ദേ വിൽ സിറ്റ് ആൻഡ് സീ വെദർ any violation is taking place for the patents that they have been granted, or are they violating any patent that is already granted when they are going to file a new patent or when they are going to make a new product. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വളരെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദേ നീഡ് എ വെരി ആക്റ്റീവ് ടീം ടു ഡു ദാറ്റ്. അപ്പം ഇനി അടുത്തായിട്ട് പേറ്റന്റ് സെർച്ചിങ്. ഇത് പേറ്റന്റ് സെർച്ചിങ്ങിന് ഒരു ടീമിനെ വേണം. അതുകൂടാതെ പേറ്റന്റ് അനലിറ്റിക്സ്. ഇതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജ്. നിങ്ങൾക്കറിയാം, ചൈനയിലൊക്കെ ചൈനീസിലാണ് പേറ്റന്റ് ഫയൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ആബ്സ്ട്രാക്ട്സ് ഈ ഡേറ്റാബേസിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ആ ഡേറ്റാബേസിൽ വളരെയധികം അവർ ചാർജ് ചെയ്യുന്നത്. സോ ഫോറിൻ ലാംഗ്വേജ് അറിയുന്ന ആളുകൾക്ക് പേറ്റന്റ് ആക്ടിവിറ്റീസിലും ഈവൻ അതർവൈസ് മറ്റ് ജോബുകളിലും വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേഷൻ തൊട്ടേ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ലോഗോ ഡിസൈൻ നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കും, അല്ലാതെ തന്നെ ഒരുപാട് ഇപ്പോൾ ആർക്കിടെക്ചർ ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതല്ലാതെ നിങ്ങൾ വെറുതെ BSc MSc ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും പലർക്കും അതിന് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. സോ യു ക്യാൻ ആക്ച്വലി മേക്ക് ലോഗോസ് ആൻഡ് രജിസ്റ്റർ ഇറ്റ് ഇൻ യുവർ നെയിം. ദാറ്റ്സ് പോസിബിൾ. സോ let's see what are the core activities of patenting. ഒരു കമ്പനിയിൽ ജോലി കിട്ടുമ്പം എപ്പോഴും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കമ്പനികളാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു കോർ ഏരിയയിലല്ല കിട്ടിയത്, കോൾ സെന്ററിലാണ് കിട്ടിയതെന്ന്. പക്ഷേ പേറ്റന്റിങ് ഫീൽഡിൽ വരുമ്പോൾ യു വിൽ ഓൾവേസ് ബി ഇൻ ദ കോർ ആക്ടിവിറ്റി ആൻഡ് യു വിൽ ഗെറ്റ് അട്രാക്റ്റീവ് സാലറി. I was just googling to find out what is the salary of patent analytics. ഒരു തുടക്കക്കാരന് തന്നെ ഏകദേശം 4 ലക്ഷം രൂപയുടെ പാക്കേജാണ് അവർ കൊടുക്കുന്നത്. അതൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് 5 ലക്ഷം 6 ലക്ഷവും പിന്നെ അത് കയറി 7+ ആവുന്നുണ്ട്. എല്ലാ മേജർ കമ്പനീസിനും പേറ്റന്റ് ടീംസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ആൻഡ് പ്രൈവറ്റ് കമ്പനീസിനും IPR ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് കമ്പനി വളരെ ചെറിയ ഒരു കമ്പനി ആണെങ്കിലും അവർക്ക് ഒരുപാട് പ്രോഡക്ട്സോ അല്ലെങ്കിൽ അവർക്ക് പേറ്റന്റ് ഒരുപാടുണ്ടെങ്കിലോ they can assign that job to service sector. അതാണ് താഴെ പറയുന്നത്. There are companies which are actually providing services to file a patent. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. So I'm sure that you will be happy if you work hard in patent area.
you're going to get better jobs. ഒരു പെട്ടെന്നൊരു സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്, ഇത്രയും ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ഓഫറിംഗ് കോഴ്സസ് ഇൻ പേറ്റന്റ്. ഓഫ് കോഴ്സ് ഇതിലധികം ലോ ആണ്, പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ഓഫറിംഗ് ഡിപ്ലോമ ഇൻ പേറ്റന്റ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനും റിസർച്ചേഴ്സിനും. എനിക്കൊന്ന് PG ലെവലുള്ളവർക്കും ഇഫ് യുവർ യൂണിവേഴ്സിറ്റി പെർമിറ്റ്സ് ദറ്റ് ഒരേ കോഴ്സ് 2 കോഴ്സ് ഒരേ സമയത്ത് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ല എന്ന്. സോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ പോർഷൻ ഐ തോട്ട് ഇറ്റ് ഇസ് ക്വൈറ്റ് റിലവൻറ്റ് ടു യു, പ്ലാജറിസം. അതേമാതിരി നമ്മൾ എന്തെഴുതുമ്പോഴും തീർച്ചയായിട്ടും പണ്ട് ഈ ഫീൽഡിൽ എന്താണോ എഴുതിയത് എന്നുള്ളത് വായിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ചിലപ്പോൾ ചില കൊട്ടേഷൻസ്, ചില ടേംസ് ഒക്കെ നമ്മൾ അതിന് എടുക്കും. അതൊന്നും തെറ്റല്ല. പക്ഷേ അത് ആസച്ച് അതിന്റെ ടൈറ്റിൽ പേജ് ഒക്കെ മാറ്റി അതിന്റെ കണ്ടന്റ് ആസച്ച് എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആസച്ച് എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ വർക്കിൽ, ദാറ്റ് ഇസ് പക്ക പ്ലാജറിസം. അത് കോപ്പി അടിക്കുക തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. അതിനുള്ള ഒരു നിയമമുണ്ട്. പ്ലാജറിസം ഇസ് ആക്ച്വലി എ വയലേഷൻ. പക്ഷെ പ്ലാജറിസം എന്നുള്ള ടെർമിനോളജിയും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്നുള്ള ടെർമിനോളജിയും ഒന്നല്ല. അതും കൂടെ മനസ്സിലാക്കണ്ട. ശരിക്കും പ്ലാജറിസം കുറച്ചും കൂടെ ഹയർ ലെവലാണ്. ഇറ്റ് ഈവൻ ഗിവ്സ് യു ആക്ച്വലി it can sue you if you make use of the idea of a person. ആ ഐഡിയ റെക്കോർഡ് ചെയ്യണമെന്നില്ല. വേറെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റിൽ അൺലെസ് ഇറ്റ് ഇസ് മെറ്റീരിയലി അവൈലബിൾ, ഒരു പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് വരുന്നുള്ളൂ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് പ്ലാജറിസം. നിങ്ങളത് ചെയ്യാതെ നോക്കണം. അത് ഓഫ് കോഴ്സ് ഐ എം ഷുവർ ദാറ്റ് യു മസ്റ്റ് ബി മേക്കിംഗ് യൂസ് ഓഫ് പ്ലാജറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർസ്. നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പബ്ലിഷറും ചെക്ക് ചെയ്യും, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഏറ്റവും ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ് ടേണിറ്റിൻ ഡ്രിൽബിറ്റ്. ടേണിറ്റിൻ ഒരു ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം UK ഐ ബിലീവ്. ഐതന്റിക്കേറ്റ് ആണ് അതിന്റെ വേറൊരു പാർട്ട്. ടേണിറ്റിൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഡ്രിൽബിറ്റ് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഉർക്കുണ്ട് ഓഫ് കോഴ്സ് യു മസ്റ്റ് ബി മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. ഇക്കോപ്പി ലീക്സ് എന്ന് പറയുന്നത് ഒരു പേ ചെയ്യാത്ത, അതായത് ഇറ്റ്സ് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ഒരു പ്ലാജറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്ലാജറിസം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ സിമിലാരിറ്റി ചെക്കിംഗ് എന്ന് പറയാറ്. കാരണം പ്ലാജറിസം ഒരു സുഖമല്ല, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിനുള്ളൊരു വ്യത്യാസം, അതായത് ഓപ്പൺ ആക്സസിലുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാജറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചെക്കിംഗ് പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. കാരണം when you write an article making use of an article published by a commercial publisher, അതും കൂടെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കമ്പനിക്ക് അവരുമായിട്ടൊരു ഡീൽ ഉണ്ടായിരിക്കണം, അവരുമായിട്ടൊരു അഗ്രിമെന്റിൽ ഒപ്പിട്ടുണ്ടായിരിക്കണം, അവരുടെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് കണ്ടന്റ് ആക്സസ് ചെയ്യണം. എന്നിട്ട് അത് ഓരോ സെന്റൻസ് ആയിട്ട് അത് മാച്ച് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഓപ്പൺ സോഴ്സിൽ വരുന്ന പ്ലാജറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർസ് അവർ കണ്ടമാനം കാശ് കൊടുത്തിട്ട് മറ്റുള്ള പബ്ലിഷേഴ്സിന്റെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ആക്സസിൽ വരുന്ന കണ്ടന്റ്സും വെബ്സൈറ്റ്സിൽ വരുന്ന കണ്ടന്റ്സും മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ചില വെബ്സൈറ്റിൽ കയറാൻ വേണ്ടി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. So I'm just trying to tell you the importance of having a perfect similarity checking. പക്ഷേ Turnitin ഉപയോഗിക്കുമ്പോൾ that is expensive. So what you have to think about is that NSSന്റെ എല്ലാ കോളേജുകൾക്കും വേണ്ടിയിട്ട് Turnitin മേടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു കൺസോഷ്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ Turnitin മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാശ് കുറയും. അതുകൂടാതെ I think InflipNet is also providing ആക്സസ് ടു ഡ്രിൽബിറ്റ്. അവരിപ്പോൾ ഡ്രിൽബിറ്റിലേക്ക് മാറിയെന്ന് തോന്നുന്നു. ഡ്രിൽബിറ്റിനുള്ള പ്രോബ്ലം ഇത് തന്നെയാണ്. ഞങ്ങളത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിരുന്നു. ഡ്രിൽബിറ്റ് doesn't have, its scope is very limited. Complete coverage ഇല്ല. Okay, that's about plagiarism and copyright. This is a difference between plagiarism and copyright infringement that you can go through. Now, towards the end of our presentation, I just wanted to tell you about this patent waiver on COVID vaccines is right and fair. Nature'ൽ വന്നൊരു ആർട്ടിക്കിളാണ് എഡിറ്റോറിയൽ ബോർഡിൽ. ഒരു പാൻഡമിക് വരുമ്പം
vaccine companies and pharmaceutical companies ലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പേറ്റന്റ് ഫയലിംഗ്. They make a lot of money. അപ്പോൾ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അത് കിട്ടില്ല. So interestingly, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയായിരുന്നു ഈ പെർട്ടിക്കുലർ ഐഡിയ മൂട്ട് ചെയ്തിരുന്നത്. So whoever finds a vaccine, they should not patent it or let them patent it, but they should allow other countries also to manufacture, provided they have the technology. So ഇത് initially ആരും അത്ര ചെവിക്കൊണ്ടിരുന്നില്ല because it's a big money for them. But നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക they agreed. അപ്പം അതിനെ ഫോളോ ചെയ്തിട്ട് യൂറോപ്യൻ കൺട്രീസും യൂറോപ്യൻ യൂണിയനും അത് അഗ്രി ചെയ്യാനൊരു ശ്രമം നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് an information for you. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ IPR നമുക്ക് IPR സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഹ്യൂമാനിറ്റിക്ക് നല്ലതായിരിക്കില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. Now let's conclude. So the richest people and nations in 20th century, particularly few decades back, was the owners of oil field. This was something inherited by them. But in 21st century, it is the intellectual property. To name a few, Microsoft, Amazon, Tesla, SpaceX, Facebook, Blue Origin, and more. All came from unique idea, hard work, and clever use of IPR. So IPR is the oil for the future and fuel of the future. So certainly IPR is your future as well. I wanted to give you a quiz which is actually available on Wipro site, but I'll not take it at this point because it's almost 1 hour now, more than 1 hour I think. Is that okay? The organizers? Hello? Yes. You can, whoever wants, they can take this PPT, and this particular quiz is available on Wipro site. I think it is at Wipro site. It's a very interesting one. So we have covered almost all the points. So you can check yourself how much you were able to grasp. So this is a reading list. I have gone through these particular websites in order to prepare this. I think we will conclude at this point. Extremely happy that you invited me, and it was great to be with the young friends of NSS College, Ottapalam. And once again, thank you for the organizers for giving me an opportunity to talk to you. Thank you very much. Thank you, sir. ഇനി ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് ഇനി IPR ആയിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ സാറോട് ചോദിക്കാം. IPR എന്ന് മാത്രമല്ല സാറ് ഈ വായന ലോകത്തുള്ള അല്ലെങ്കിൽ actually teacher wanted me to tell you something about human library, right? Yes, sir, I would like to. I can take a couple of minutes to tell you. Well, human library in the concept, as teacher said, it happened in Denmark for the first time. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ദേ ഹാഡ് എൻ ഇഷ്യൂ ലൈക്ക് സോഷ്യൽ അൺറെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരാളെ കുത്തിക്കൊന്നു. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ മെന്റലി ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് അത് സംഭവിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ആളുകളുടെ മനസ്സിനെ കുറച്ചും കൂടെ സൂത്ത് ചെയ്യാൻ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺസോളിങ് ദം, ഓർ നമ്മൾ ഇതിന് പോകുന്ന വരെ എന്തിനാ നമുക്കെന്തോ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരാളോട് കൗൺസിലിംഗ്, സംതിങ് ലൈക്ക് കൗൺസിലിംഗ്. അതാണ് ആ കോൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് പല സ്ഥലങ്ങളിലും ഓൺലൈൻ ഹ്യൂമൻ ലൈബ്രറി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും 3-4 സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞു. പക്ഷെ 2012 എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം VSSC ലൈബ്രറിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം അതുവരെ ഇന്ത്യയിൽ അതാരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കറിയില്ല, ഐ കുഡന്റ് really make out that, but I believe that it was first time but we did it in VSSC library. ഇവിടെ ഞാൻ കുറച്ച് വ്യത്യസ്തതയോടുകൂടിയാണ് ചെയ്തത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു NSS കോളേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NSS കോളേജിൽ ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. ഈ ഓരോ വ്യക്തിയും
ഒരു ഹ്യൂമൻ ബുക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആണെന്ന് ഞാൻ പറയും. അവർക്ക് അവരുടേതായ നോളജ് ഉണ്ട്. ആ നോളജ് നമ്മൾ അധികം ടാപ്പ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സിൻ്റെ അത് ഡെഫിനറ്റ്ലി ടാപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ടീച്ചേഴ്സ് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. ഗുരുകുല വിദ്യാഭ്യാസം. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു പറയുന്നത് മാത്രമാണ് നോളജ് ട്രാൻസ്ഫർ പ്രോസസ്സ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഗുരുവിൻ്റെ ഭാര്യയും ഗുരു പത്നി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ അവിടെ താമസിച്ച് അവരെ സേവിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഗുരുവാണ് നിങ്ങളുടെ പുസ്തകം. നിങ്ങൾക്ക് പുസ്തകമില്ല വായിക്കാൻ, നിങ്ങൾ ഗുരുവിനെ വായിക്കുന്നത്. ആ കോൺസെപ്റ്റ് തന്നെയാണ് ഹ്യൂമൻ ലൈബ്രറിയിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളതിവിടെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി സ്റ്റാർട്ടഡ് ഐഡൻറ്റിഫൈങ് പീപ്പിൾ ദോസ് ഹു ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് സ്പേസ് റിസർച്ച്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വി പ്രസൻറ്റഡ് ദം ആസ് എ ഹ്യൂമൻ ബുക്ക്. വി കാറ്റലോഗ് ദം. നമ്മൾ ഒരു ബുക്ക് ലൈബ്രറി കാറ്റലോഗ് ചെയ്യുന്നത് പോലെ ഒരു വ്യക്തിയെ ഞങ്ങൾ കാറ്റലോഗ് ചെയ്തു. അയാളുടെ പ്രൊഫൈലാണ് അയാളുടെ നോളജ്. അപ്പോൾ ഒരു ബുക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പം ഒരു ക്ലാസിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന്റെ കൂടെ ഒരു ഹ്യൂമൻ ബുക്കിനെയും കൂടെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ ആ ഹ്യൂമൻ ബുക്കിനും സന്തോഷമാണ്, നിങ്ങളും അത്ഭുതപ്പെടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ പറ്റി വായിക്കാം. എന്നിട്ട് യു ക്യാൻ റിസർവ് ടു റീഡ് ദാറ്റ് ബുക്ക്. ഒരു 15 റിസർവേഷൻ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച് അയാളെ ഒരു ഹ്യൂമൻ ബുക്കായിട്ട് പ്രസന്റ് ചെയ്യും. അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അയാളുടെ ഏരിയയിലുള്ള അയാൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് എന്ത് പറയാനും എന്ത് പറയാതിരിക്കാനും. ഇത് വലിയ ഒരു കാര്യമായിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഇത് അവതരിപ്പിക്കാൻ. ഇനീഷ്യലി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരിക്കൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഒരു സംഭവം ഞാൻ എടുത്തു പറയുന്നത്, ഒരു RV പെരുമാൾ എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ളൊരു സാറാണ്. സാറ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു റീഡർ ചോദിച്ചു, സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല എന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എഴുതില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് പുസ്തകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ കിട്ടുന്ന കാര്യങ്ങൾ ഇവരുടെ അടുത്ത് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അത് മാത്രമല്ല, നിങ്ങൾ ഹ്യൂമൻ ബുക്കിനെ പറ്റി കുറച്ച് ചിന്തിച്ചാൽ, ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ ആ ബുക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഞാൻ ആ ബുക്ക് വായിക്കുന്നു, വേറൊരാൾ ആ ബുക്ക് സെയിം ബുക്ക് വായിക്കുന്നു. അപ്പം എനിക്ക് കിട്ടുന്ന ഐഡിയയും വേറൊരാൾക്ക് കിട്ടുന്ന ഐഡിയയും ചിലപ്പം വ്യത്യാസം ഉണ്ടാവാം. ഓതർ ഉദ്ദേശിക്കുന്നത് ഒരേ കോൺസെപ്റ്റ് ആണ് കൺവേ ചെയ്യാനെങ്കിലും ചിലപ്പം എൻ്റെ നോളജ് ലെവൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു കപ്പാസിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ വെൻ യു ടോക്ക് ടു എ ഹ്യൂമൻ ബുക്ക് ഓർ വെൻ യു റീഡ് എ ഹ്യൂമൻ ബുക്ക്, അതൊരു ലൈവ് ബുക്കാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറ്റ് ക്യാൻ റെസ്പോണ്ട് ടു യു. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആ ബുക്കിന്റെ വായന വരുന്നത്, നിങ്ങൾ വായിക്കുന്നത്. അപ്പോൾ അതൊരു ലൈവ് ഇന്ററാക്ഷൻ ആണ്, ഡൈനമിക് ആണ്. ഹ്യൂമൻ ബുക്ക് ഇസ് ഡൈനമിക്. അപ്പോൾ അത് ശരിക്കും നോർമൽ ബുക്കിൽ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം ഈ കൂടുതലും നോർമൽ പബ്ലിക് ലൈബ്രറികളൊക്കെ നടത്തുന്ന ഹ്യൂമൻ ലൈബ്രറി അല്ലെങ്കിൽ ഹ്യൂമൻ ബുക്ക് എന്ന് പറഞ്ഞാൽ 1-to-1 ഇന്ററാക്ഷൻ ആണ്. പക്ഷെ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. മാത്രമല്ല ഈ ഒരു വ്യക്തിയെ നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു 15 പേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെഷനായിട്ട് നടത്തും. എന്നിട്ട് ആ ഹോൾ സെഷൻ വി യൂസ് ടു റെക്കോർഡ്. കാരണം പിന്നീട് വേറെ ആർക്കെങ്കിലും അത് കേൾക്കണമെങ്കിൽ ആ റെക്കോർഡ് അവർക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ അത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു സൂപ്പറാനൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 22ഓളം പ്രോഗ്രാംസ് നടത്തിയിരുന്നു. ഇറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, ഈ ഹ്യൂമൻ ബുക്കായിട്ട് വരുന്ന വ്യക്തി ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതും വളരെ സന്തോഷമായിട്ട് കണ്ടിരുന്നതാണ്. അതിൽ ഇനോഗ്രേഷൻ നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു ആദ്യത്തെ ഹ്യൂമൻ ബുക്ക്. അദ്ദേഹം വന്ന് ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ID കാർഡ് ഊരി പോക്കറ്റിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഐ എം നോ മോർ യുവർ ഡയറക്ടർ, ഐ എം എ ഹ്യൂമൻ ബുക്ക്, യു റീഡ് മീ എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊന്നുമല്ല, ഹി ഹിംസെൽഫ് ഡിഡ് ദാറ്റ്. അതാണ് സംഭവിക്കേണ്ടത്. കാരണം വളരെ ലോവർ ലെവലിലുള്ള ഒരാൾക്ക് ഡയറക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞപ്പം ഇറ്റ് വാസ് ജസ്റ്റ് പോസിബിൾ. പക്ഷെ എൻ്റെ ചിന്ത കുറച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിരിച്ചും സംഭവിക്കണം. ഒരു ടെക്നീഷ്യൻ, അയാൾക്ക് അയാളുടേതായ നോളജ് ഉണ്ട്, അയാളെ ഒരു ഹ്യൂമൻ ബുക്കായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ വന്നിരുന്നിട്ട് അയാളെ വായിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എളുപ്പമല്ല, പക്ഷെ അത് സംഭവിക്കും എന്നെൻ്റെ പ്രതീക്ഷ. ഇത് നിങ്ങൾക്കും കോളേജിൽ ഉപയോഗിക്കാവുന്നതാണ്.
Okay. Hello? Thank you, sir. എനിക്ക് തോന്നുന്നു നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരുന്നു. ഹലോ, ഓക്കെ, നമുക്കിനി കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാൽ അവസാനത്തെ May I, Jagdish sir? യെസ് യെസ്. Yeah. So, Narayankutti sir, actually, thanks a lot, sir. അപ്പം സാർ തന്നെ ഒരു ഹ്യൂമൻ ബുക്ക് ആയിട്ട് നമുക്ക് ഓഫ്ലൈൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും ഭാവിയിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ സർ? യു മീൻ ഞാൻ കേട്ടില്ല, ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, എന്താ പറഞ്ഞു? മേ ബി ലൈക്ക് ഒരു വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഫസ്റ്റ് ഹ്യൂമൻ ബുക്ക് എന്ന നിലയിൽ സാറിന്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സർ? പക്ഷെ എന്റെ എക്സ്പീരിയൻസ് അവർക്ക് എന്തുമാത്രം ഉപയോഗമാണെന്ന് എനിക്കറിയില്ല. യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ആക്ച്വലി ടീച്ചേഴ്സ് തന്നെയാണ് ഹ്യൂമൻ ബുക്സ് ആയിട്ട് വരേണ്ടത്. ഞാൻ ജഗദീഷിന്റെ അടുത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞു സർ, ഒരു ദ്യുതി എന്ന് പറയുന്ന ഒരു ഫോറത്തില് സാർ ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ട്. അപ്പൊ ഒബ്വിയസ്ലി നമുക്കൊന്നും ലൈക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പൊ സാറിന്റെ ആ എക്സ്പീരിയൻസും അതുപോലെ ഇത്രയും ഒരു ലൈക്ക് വളരെ വെറൈറ്റി ഓഫ് എന്താ പറയാ കാര്യങ്ങളിൽ സാർ ഇടപെടുന്നതും ഒക്കെ നമ്മുടെ കുട്ടികൾക്കും അതൊരു എക്സ്പീരിയൻസ് ആവില്ലേ സർ? ലൈബ്രറി ഫീൽഡിന് ഡെഫിനറ്റ്ലി ഐ ക്യാൻ കം ഡൗൺ വൺ ഡേ. അത് പ്രശ്നമല്ല, ഹാപ്പി ടു കം ഡൗൺ, നോ ഇഷ്യൂ. എനിക്ക് പാലക്കാട് സിറ്റി പോയി ഭക്ഷണവും കഴിക്കാം. Sure, sir. Thank you, sir. Thanks a lot for sharing all those experiences, sir.